ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ധ്യാനശ്ലോകം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത്. അനിരാകരണമസ്ത്വനിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അയ്യോ. നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത് 7-ാം അധ്യായത്തിൽ 23-ാം ഖണ്ഡം ആണ്. അതിൽ അവസാനിച്ചു. സനത്കുമാര ഋഷിയുടെ ഉപദേശത്തിലൂടെ നാരദമുനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നാമരൂപമയമായിട്ടുള്ള ജഗത്ത്, അവിടെ തുടങ്ങിയ ഉപാസന പറഞ്ഞാൽ ഇവയെല്ലാം ഉപാസ്യങ്ങളായിട്ട് സങ്കല്പിച്ച് അവിടെ തുടങ്ങി അവസാനം എവിടം വരെ ചെന്നെത്തി? പ്രാണൻ വരെ ചെന്നെത്തി. അപ്പം അതുവരെ അദ്ദേഹം അതിവാദിയായിരുന്നു. പറഞ്ഞാൽ നാമെന്ന് പറയുമ്പോൾ അതിനപ്പുറം വല്ലതും ഉണ്ടോ? തതോ വിഭൂയ, അതിനപ്പുറം വല്ലതുണ്ടോ? അതിനപ്പുറം അങ്ങനെ നാമം, പിന്നെ വാക്ക് കഴിഞ്ഞ് മനസ്സ്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കടന്ന് അവസാനം പ്രാണൻ വരെ എത്തി. അപ്പം പ്രാണൻ വരെ എത്തിയപ്പോൾ ഇപ്പം പ്രാണൻ്റെ പ്രസരത്വം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി ഇതെല്ലാം പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കണ്ട നാരദമുനി അതിനപ്പുറം കടന്ന് ചിന്തിച്ചില്ല. അപ്പം സത്യത്തിലെത്തിയിട്ടില്ല. പ്രാണൻ വരെ ആയിട്ടുള്ളൂ. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, ഇന്നത്തെ ആധുനിക ശാസ്ത്രം എത്തുന്ന എനർജി ലെവല്, മാറ്ററും ദ്രവ്യവും ഊർജവും ഒന്നാണ് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന ആ ഊർജ ലെവലാണ് എന്ന് പറയാൻ വേണമെങ്കിൽ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറയാം. ആ തലം വരെ എത്തി പ്രാണൻ. അപ്പം പ്രാണൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, അതിനപ്പുറമൊന്നുമില്ല. അപ്പം പിന്നീട് അതിനപ്പുറം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാഞ്ഞുകൊണ്ട് സനത്കുമാര ഋഷി വാസ്തവത്തിൽ അറിയേണ്ടത് സത്യമാണ്. നീ അതിവാദിയാണ്,
അതിവാദിയാകുന്നതിൽ അഭിമാനിക്കുക തന്നെ വേണം. അതിൽ ആക്ഷേപമൊന്നുമില്ല. ആരെങ്കിലും നിന്നോട് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അതിവാദിയാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊള്ളൂ. കാരണം കടന്ന് ചിന്തിക്കുകയാണ്, ഒന്നിലും തങ്ങരുത്. നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മൾ ഒരു മൈൻഡ് സെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉപാസനയിലോ അല്ലെങ്കിൽ ഏതൊരു വിശ്വാസത്തിലോ ഏതൊരു സങ്കല്പത്തിലൊക്കെ ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവില്ല. ഇപ്പം വേദാന്ത ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു തത്വം, ഒരു ഋഷിയുടെ ഉപദേശമാണ്. എന്താണ്? ചരൈവേദി, കീപ്പ് മൂവിങ്. മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ആദ്യം വീട്ടിലെ പൂജാ റൂമിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിലായിരിക്കും, തീർത്ഥാടനങ്ങളിലായിരിക്കും, പിന്നെ ജപാദികളിലോ തപാദികളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിടത്തും നിൽക്കാൻ പാടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള ഒരു പുരോഗമനം, പുരഹ എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, പുരോഗമനമാണ് അല്ലെങ്കിൽ പുരോഗതിയാണ് നമ്മളിവിടെ നാരദമുനിയുടെ ഈ അതിവാദിത്വത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രാണൻ പര്യന്തം, പ്രാണൻ വരെ എത്തിയപ്പോൾ പിന്നെ ചോദ്യമില്ല. അപ്പം സനത്കുമാര ഋഷി അങ്ങോട്ട് പറയുകയാണ്, അങ്ങക്ക് അറിയേണ്ട സത്യത്തെയല്ലേ? അതെ, സത്യത്തെ തന്നെ അറിയണം. അങ്ങനെയാണെങ്കിൽ സത്യത്തെ അറിയണമെങ്കിൽ വിജ്ഞാനം വേണം. അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വിജ്ഞാനം. വിജ്ഞാനം എന്തെന്നറിയണം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രാനുസാരിയായിട്ടുള്ള ആ ജ്ഞാനം, ആനുഭൂതികമായിട്ടുള്ള അറിവ്. അതിൻ്റെ ഹേതു എന്താണ്? മനനം. ഓർമ്മിച്ച് ചെയ്യും. മനനത്തിൻ്റെ ഹേതു ശ്രദ്ധ. എന്താണെന്നൊക്കെ നമ്മൾ വിവരിച്ച് കണ്ടാണ്. ശ്രദ്ധയുടെ ഹേതു നിഷ്ഠ, നിഷ്ഠയുടെ ഹേതു ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? അത് സുഖാനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രിയ നിഗ്രഹത്തിൽ നമ്മൾ താല്പര്യപ്പെടും. അല്ലെങ്കിൽ ഇന്ദ്രിയത്തെ നിഗ്രഹിക്കാൻ ആരും ഒരുമ്പെടില്ല. ഇന്ദ്രിയം നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള വളരെ അധികം മെച്ചപ്പെട്ട ഒരു സുഖതലത്തിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള ആ അറിവാണ് നമ്മളെ ഇന്ദ്രിയ നിഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. അത് ആണ് ആത്യന്തികമായിട്ടുള്ള സുഖം, ആത്മീയ സുഖം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ആ ആത്മീയ സുഖത്തിലേക്ക് ആണ് ഇനിയുള്ള അന്വേഷണം. അപ്പോൾ ഇവിടെ ഋഷി പറയുന്നു, നമ്മൾ ഇത് കണ്ടല്ലേ, യോ വൈ ഭൂമ തത് സുഖം. യാതൊന്നാണ് ഭൂമാവ്, ആ ഭൂമാവിലാണ് യഥാർത്ഥ സുഖം. ഭൂമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരതിശയമായിട്ടുള്ളത്, ഏറ്റവും ബൃഹത്തായിട്ടുള്ളത്. നമ്മൾ സാധാരണ ഈ വലിപ്പം എന്നൊക്കെ പറയുന്നത് ഏത് ഡിഗ്രിയിലാണ്? കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ്. ഒന്നിനേക്കാൾ വലുത് മറ്റേത്, അതിനേക്കാൾ വലുത് വേറൊന്ന്. ഇപ്പം വലിയൊരു എലി അല്ലേ, വലിയൊരു എലി എന്ന് നമ്മൾ പറയും. അപ്പം ചെറിയൊരു ചുണ്ടനെലിയെ അപേക്ഷിച്ച് ഈ വലിയൊരു പെരിഞ്ചാഴി വലിയൊരു എലിയാന്ന് പറയും. പക്ഷേ ആ വലിയ എന്നുള്ള നാമവിശേഷണം എലിയോട് ചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വലിയ എലിയെപ്പറ്റിയുള്ളൊരു രൂപം ഉടലെടുക്കുന്നു. എന്നാൽ ഇതേ വിശേഷണം വലിയൊരു പർവ്വതം എന്ന് പറയുമ്പോഴോ, വലിയൊരു മല എന്ന് പറയുമ്പോഴോ, അവിടെ ആ ബൃഹത്വത്തിന് വിസ്താരം, വിസ്തൃതി വളരെ വലിയ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഇവയെല്ലാം താരതമ്യത്തിലുള്ളതാണ്. ഇവിടെ ഭൂമ എന്ന് പറയുമ്പം അതിനൊക്കെ അപ്പുറമാണ്. ആണ് യോ വൈ ഭൂമ തത്സുഖം. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് സുഖം കണ്ടെത്താൻ സാധിക്കുന്നത് ആ ഭൂമാവിലാണ്. ഭൂമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ബ്രഹ്മം തന്നെ. എങ്ങനെ ബ്രഹ്മം ഭൂമാവാകുന്നത്? കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം നമ്മൾ
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെപ്പറ്റി അറിയാം. എന്താ അത്? സ്പേസ്, ആകാശം. അപ്പോൾ ആകാശത്തെയും ഉൾക്കൊള്ളുന്ന എന്താ നമ്മൾ കണ്ടല്ലേ ഇതിനകത്ത്, എന്താ അത്? സ്മൃതി അല്ലെങ്കിൽ മനസ്സ്. മനസ്സെന്ന് യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയും. മനസ്സുണ്ടെങ്കിലേ ആകാശമുള്ളൂ. മനസ്സിൻ്റെ ഒരു ഭാഗമാണ് സ്മൃതി. അപ്പം ആ സ്മൃതി സംഭവിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ ബ്രഹ്മം ഉണ്ടായിരിക്കണം. അതാണ് സ്മൃതിയും വന്നു പോയിക്കൊണ്ടിരിക്കും. സ്മൃതി വന്നു പോയിക്കും. പക്ഷേ ആ ശുദ്ധമായിട്ടുള്ള ബോധത്തിലാണ് സ്മൃതിയുടെയും നിലനിൽപ്പ്. അപ്പം സുഖത്തിൻ്റെ യഥാർത്ഥ ഉറവിടം, ആത്യന്തിക സുഖത്തിൻ്റെ യഥാർത്ഥ ഉറവിടം മറ്റൊന്നുമല്ല, ഈ ഭൂമാവാണ്. അപ്പം അങ്ങോട്ട് ഋഷി തുടർന്നു, ന അല്പേ സുഖമസ്തി. യഥാർത്ഥ സുഖം, ഇവിടെ സുഖം എന്ന് പറയുന്നതും സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഇതാ പ്ലഷർ എന്ന് പറയും, ഹാപ്പിനെസ് എന്ന് പറയും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിത്യനിരതിശയമായിട്ടുള്ള, ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത, എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്ന ആ സുഖം, അതാണ് ഭൂമാവ്. യോ വൈ ഭൂമാ തത് സുഖം ന അല്പേ സുഖമസ്തി. വൈഷയികമായിട്ടുള്ള സുഖങ്ങളെല്ലാം, അത് എത്ര വലിയ സുഖമായിക്കൊള്ളട്ടെ, എത്ര വലിയ നീണ്ട സന്തോഷം തരുന്ന വിഷയമാണെങ്കിലും, പക്ഷേ അധികാരമായിരിക്കാം, ആയുസ്സായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ഇതെല്ലാം ചിലപ്പോൾ നീണ്ട സുഖം തരും, നീണ്ടകാലം. പക്ഷേ അതെല്ലാം പരിമിതങ്ങളാണ്. എപ്പോഴും അത് ഇല്ലാതായി പോകാം, വിട്ടുപോകാം. എന്നാൽ ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആ സുഖം ന അല്പേ. അവിടെ ന അല്പേ എന്ന് പറഞ്ഞാൽ പരിമിതത്വത്തിൽ, പരിമിതി ഉള്ളത് ആണ് അല്പങ്ങൾ. ആ അല്പത്തിൽ അതിൽ സുഖം ലഭിക്കില്ല. ഭൂമ ഏവ സുഖം തറപ്പിച്ച് പറയാണ്. ഭൂമാതു ഏവ വിജിജ്ഞാസിതവ്യം. അതുകൊണ്ട് നീ അറിയേണ്ടത് എന്താണ്? ഭൂമാവിനെയാണ്. ഈ അപ്പം നാരദമുനി പറയുന്നു, ഭൂമാനം ഭഗവോ വിജിജ്ഞാസേ. ഞാൻ ആ ഭൂമാവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഭൂമാവിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? നമുക്ക് മന്ത്രം വായിക്കാം. യത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സ ഭൂമാ അഥ യത്ര അന്യത് പശ്യതി. എത്ര അന്യത് പശ്യതി, കറക്റ്റ്. എത്ര അന്യത് പശ്യതി, അന്യത് ശൃണോതി, അന്യത് വിജാനാതി, തദൽപം യോ വൈ ഭൂമാ തദമൃതം അഥ യദൽപം തത്മർത്യം സ ഭഗവഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി സ്വേ മഹിംനി യദി വാ ന മഹിംനി ഇതി. മഹിംനി ഇതി എന്നാണ്. എത്ര ന അന്യത് പശ്യതി, ഇതൊക്കെ വളരെ സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കി. എത്ര ന അന്യത് പശ്യതി, എവിടെയാണോ മറ്റൊന്ന് കാണപ്പെടാത്തത്, അന്യത് ന പശ്യതി. മറ്റൊന്ന് കേൾക്കാത്തത്, അന്യത് വിജാനാതി, മറ്റൊന്നിനെപ്പറ്റി കേൾക്കാത്തത്, മറ്റൊന്നിനെ കാണാത്തത്. അന്യത് വിജാനാതി, മറ്റൊന്നിനെപ്പറ്റി അറിയാത്തത്, അല്ലെങ്കിൽ മറ്റൊന്നിനെ അറിയാത്തത്. സ ഭൂമ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഏകമേവ അദ്വിതീയം, ആ ഒന്ന് മാത്രമുള്ളപ്പോൾ അവിടെ ആരെ അറിയാനാ? ഈ അറിയുക എന്നുള്ള
പ്രക്രിയ, ജ്ഞാനപ്രക്രിയയ്ക്ക് 3 ഘടകങ്ങളുണ്ടായിരിക്കണം. ത്രിപുടികളെന്ന് പറയും. ജ്ഞാതാവ്, ജ്ഞാനം, പിന്നെ ജ്ഞേയം. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. അതായത് അറിയുന്ന ആൾ, അറിയുക എന്ന പ്രക്രിയ, പിന്നെ അറിയപ്പെടേണ്ട വസ്തു, അതാണ് ജ്ഞേയ വിഷയം. അപ്പം ഇത് 3ഉമില്ല. അപ്പം സാധാരണ ജ്ഞാനം, ഐഷകിക ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഇത് 3 സമ്മേളിക്കണം. ജ്ഞാതാവുണ്ട്, പക്ഷേ വിഷയമില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ജ്ഞാതാവുണ്ട്, ജ്ഞാതാവിന് ഇന്ദ്രിയങ്ങളുണ്ട്, കണ്ണുണ്ട്, മനസ്സുണ്ട്, പക്ഷേ വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ കാണാൻ പറ്റില്ല. എന്നാൽ അറിവ് സംഭവിക്കണമെങ്കിൽ ഇത് 3ൻ്റെയും സമ്മേളനം ഉണ്ടായിരിക്കണം. 3ൻ്റെ എന്ന് പറഞ്ഞാൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. പറയുന്നു ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സഭൂമ. അപ്പം മറ്റൊന്നും അറിയാനോ കേൾക്കാനോ സ്പർശിക്കാനോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയഗോചരമായിട്ട് ഉള്ള ഒന്നിനെയും മറ്റൊന്നില്ല. രണ്ടാമത്തൊന്നും ഇല്ലാത്ത, അതിനോടാണ് ആ ദ്വൈതം എന്ന് പറയുന്നത്. രണ്ടാമതൊന്ന് ഇല്ലാത്തത്. അവിടെ വിഷയങ്ങളില്ല, അതുപോലെ തന്നെ അനുഭോക്താവില്ല, ദ്രഷ്ടാവില്ല, ദൃശ്യമില്ല, ദർശനമില്ല. അപ്പം ഈ ത്രിപുടി ഇല്ലാത്തടത്ത് അവശേഷിക്കുന്ന എന്താണ്? ഭൂമ മാത്രം, ആ ഒരേ ഒരു സത്യം മാത്രം. ഇനി മറിച്ച് എത്ര അന്യത് പശ്യതി, മറ്റൊന്നിനെ കാണുന്നുണ്ടോ, അന്യത് ശൃണോതി, മറ്റൊന്നിനെ കേൾക്കുന്നുണ്ടോ, മറ്റൊന്നിനെ അറിയുന്നുണ്ടോ, അത് അല്പം, അതെല്ലാം പരിമിതങ്ങളാണ്. അപ്പം ലോകത്ത് നമ്മൾക്കറിയാവുന്നത് മുഴുവൻ പരിമിതങ്ങളാണ്. അപരിമിതമായിട്ടുള്ള ഒന്നിനെയും നമുക്കറിയില്ല. ഇവിടെ അപരിമിതമായിട്ടുള്ള ആ ഭൂമാവിനെ പറ്റിയാണ് ഋഷി പരാമർശിക്കുന്നത്, പറയുന്നത്, വിശദീകരിക്കുന്നത്. പിന്നെ യോ വൈ ഭൂമ തദമൃതം. അറിയേണ്ടത് എന്താണ്? ശരി, നമ്മൾ ഭൂമാവിനെ പറ്റി പറയുന്നു. എന്തിനാണ് അറിയുന്നത്? അതുകൊണ്ട് പ്രയോജനം എന്താ? അത് അമൃതമാണ്. അത് കുടിക്കാൻ പറ്റുന്ന അമൃതമാണോ? അത് വാസ്തവത്തിൽ ആ അമൃത സ്വരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്തത്, ഒരിക്കലും ഇല്ലാതായി പോകാത്തത്. യോ വൈ ഭൂമ തത് അമൃതം ഏതല്പം. യാതൊന്നാണോ പരിമിതമായിട്ടുള്ളത് അതെല്ലാം മർത്യമാണ്. മർത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണസ്വഭാവമുള്ളത് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, അത് ഇല്ലാതാകുന്നു. അപ്പം സഹ ഭഗവഃ കസ്മിൻ പ്രതി. അപ്പം നാരദമുനിക്ക് സംശയം, ഓഹോ, അപ്പോൾ ഒന്ന് മാത്രം അല്ലേ? അങ്ങ് പറയുന്നത് ഒന്ന് മാത്രമാണ്, രണ്ടില്ലാത്ത ഒന്ന്, ആ അദ്വൈതമായിട്ടുള്ള ഒന്ന്. ആ ഒന്നേ അതിനെപ്പറ്റി അങ്ങ് പറയുന്നല്ലോ, അതിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതെവിടെയാണ് ഇരിക്കുന്നത്? അപ്പം അത് ഇന്ന സ്ഥലത്താണ്, വൈകുണ്ഠത്തിലാണെന്നോ കൈലാസത്തിലാണെന്നോ ഒക്കെ പറയുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വൈകുണ്ഠവും കൈലാസവും ഒക്കെ ഉണ്ട്. വൈകുണ്ഠം അധിഷ്ഠാനം, അവിടെ ഇരിക്കുന്ന ഭൂമാവ് ആ അധിഷ്ഠാനത്തിലിരിക്കുന്നു. അപ്പോൾ രണ്ടുണ്ട്. ഇവിടെ സ്ഥാപിക്കുന്ന എന്താ? ഋഷി സ്ഥാപിക്കുന്ന എന്താണ്? രണ്ടില്ല, ഒന്നേ ഉള്ളൂ ആണ്. കസ്മിൻ പ്രതിഷ്ഠിത. അതെവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ഈ ആസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്? ഇപ്പം പറയുന്നു, ഋഷി പറയുന്നു, സ്വേമഹിംനി, ഇൻ ഇറ്റ്സ് ഓൺ ഗ്ലോറി. ഇൻ ഇറ്റ്സ് ഓൺ ഗ്ലോറി എന്ന് പറഞ്ഞാൽ സ്വന്തം മഹിമാവിൽ തന്നെയാണ് അത് ഉറച്ചു നിൽക്കുന്നത്. ഓഹോ, അപ്പം വീണ്ടും സ്വന്തം മഹിമാവിലാണ്.
പെട്ടെന്ന് എവിടെയാണ് ഉറച്ചു നിൽക്കുന്നതല്ലേ? ഈ ഈ ഈ ഈ ബിൽഡിങ് ഇവിടെ നിൽക്കുന്ന ഈ ഭൂമിയിലാണ്, അല്ലെങ്കിൽ ഈ പുസ്തകം ഇരിക്കുന്നത് ഈ മേശപ്പുറത്താണ്. അപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രതിഷ്ഠ എവിടെയാണ്? ഈ മേശപ്പുറം. ഈ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ പ്രതിഷ്ഠ എവിടെയാണ്? ഭൂമി. അപ്പം അതുപോലെ സ്വമഹിമ്നി എന്ന് പറയും പെട്ടെന്ന് മനസ്സിൽ ഏതോ ഒരു മഹിമ ഉണ്ട്, ആ മഹിമാവിൽ പ്രതിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ടാണ് അതേ ശ്വാസത്തിൽ തന്നെ ഋഷി യതിവാന മഹിംനിധി. അങ്ങനെയും പറയാൻ പറ്റില്ല എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ അത് ഒരിടത്ത് എവിടെയെങ്കിലും ഒരിടത്ത് നിലനിൽക്കുന്ന കാരണം ഇതെല്ലാം എന്താ മനസ്സിൽ നമ്മളിങ്ങനെ ഈ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഗുരു പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥി പഠിക്കുന്നു. പക്ഷെ ഓരോരുത്തരും പഠിക്കുന്നത് മനസ്സിലാക്കുന്ന വ്യത്യസ്ത സ്ഥലത്തിലായിരിക്കും. അവരുടെ മനോനില എന്താണോ അതിനനുസരിച്ചായിരിക്കും അവരതിനെ ആശയത്തെ ഉൾക്കൊള്ളുന്നത്. വളരെ ഷാർപ്പായിട്ട് സൂക്ഷ്മബുദ്ധിയായിട്ടുള്ള ആൾ ഗുരു പറയുന്നതിനോട് ഏറ്റവും അടുത്ത് തന്നെ മനസ്സിലാക്കുന്നു, ആചാര്യൻ അല്ലെങ്കിൽ ടീച്ചർ. പക്ഷേ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ സൂക്ഷ്മങ്ങളായിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ എന്താന്ന് പറയുന്നത് മനസ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത്, ആ വേവ് ലെങ്ത് ഒരുപോലെയാണെങ്കിൽ ആ ഗുരു പറയുന്നതനുസരിച്ചിട്ട് അതേപടി മനസ്സിൽ ഗ്രഹണം വന്നു ചേരുകയുള്ളൂ. ആ വേവ് ലെങ്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് ഈ ധാരണ അല്ലെങ്കിൽ ഈ മനസ്സിലാക്കൽ അതിന് വ്യത്യാസപ്പെടും. ഇവിടെ സ്വമഹിമിനി എന്നാദ്യം പറഞ്ഞിട്ട് ആ ആശയത്തെ ഇവൻ മനസ്സിൽ പ്രതിഷ്ഠിക്കരുത്. നാരദൻ മനസ്സിൽ കയറ്റത് ഏതോ ഒരു മഹിമാവ് ഉണ്ട്, അതിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനെ തച്ചുടയ്ക്കുകയാണ് അടുത്ത അവസ്ഥ. ന മഹിംനീതി, ഒരു മഹിമാവിലുമല്ല. അതിന് നിലനിൽക്കാൻ ഒരു ആധാരത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? ആധാരം ആധേയം രണ്ടായി. അപ്പം രണ്ടിനെ തച്ചുടയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. ആ അദ്വൈതത്തെ, ആ ഒരേ ഒരു സത്യത്തെ സ്ഥാപിക്കുക, അതാണിവിടെ ലക്ഷ്യം. അപ്പോൾ രണ്ടെന്നുള്ള ആ ഭേദഭാവനയെ പൂർണ്ണമായിട്ട് ഇല്ലാതാവണം. അതുകൊണ്ടാണ് നമഹിംനീതി എന്ന് ഋഷി പറയുന്നത്. ശങ്കരഭാഷ്യത്തിനെ പറ്റി വളരെ വിസ്തരിച്ചുള്ള പൂർവപക്ഷവും പോകുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ലൗകികമായിട്ട് പറയുമ്പോൾ ഒരാളുടെ പേര്, പ്രശസ്തി, അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിലുള്ള സ്ഥാനം, വീട്ടിൽ തന്നെയുള്ള സ്ഥാനം, ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കും? വീട്ടിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി, ശരിയല്ലേ? അയാളുടെ വീട്ടിലുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏണിംഗ് കപ്പാസിറ്റി, മറ്റുള്ളവരെ പോറ്റാനുള്ള, പാലിക്കാനുള്ള കപ്പാസിറ്റി, അതനുസരിച്ച് അയാളുടെ സ്ഥാനം. അപ്പം അതാണ് അയാളുടെ മഹിമ. ഇവിടെ പറയുന്നു, അടുത്ത മന്ത്രം വായിക്കാം. ഓരോരുത്തരും അവരുടെ മഹിമയ്ക്ക് ആശ്രയമായിരിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ. എന്താണത്? ഗോ അശ്വം ഇഹ മഹിമ ഇത്യാചക്ഷത്തെ ഹസ്തി ഹിരണ്യം ദാസഭാര്യം ക്ഷേത്രാണി ആയതനാനി ഇതി ന അഹമേവം ബ്രവീമീതി ഹോവാച. ഹോവാച കഴിഞ്ഞിട്ടെന്താ? അന്വേസ്മി അല്ല, അന്യഹാഹി അല്ലേ? അന്യഹാഹി അന്യസ്മിൻ പ്രതിഷ്ഠിതഃ ഇതി. ഇവിടെ ഗോ അശ്വം, ഇന്നത്തെ കാലത്ത്
അവരുടെ സമ്പത്ത് നിർണ്ണയിക്കുന്നത് എന്താ? എത്ര പശുക്കളുണ്ട്, എത്ര കുതിരകളുണ്ട്, എത്ര ആനകളുണ്ട്, സ്വർണം എത്രയുണ്ട്, അതുപോലെ തന്നെ ദാസന്മാരെത്രയുണ്ട്, പിന്നെ ഭാര്യമാരെത്രയുണ്ട്, പിന്നെ ക്ഷേത്രാണി ആയതനാനി, പുരയിടം അല്ലെങ്കിൽ വയലുകൾ, വീടുകൾ. ആയതനം എന്ന് പറഞ്ഞാൽ വീട്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലമല്ല. ഇവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരയിടം, പറമ്പ്, പ്രോപ്പർട്ടി, ലാൻഡഡ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ളവയെ. അപ്പോൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ലോകത്തിൽ നമ്മുടെ ഒരാളുടെ ഗ്ലോറി അല്ലെങ്കിൽ അയാളുടെ മഹിമയുടെ നിർണായക ഘടകങ്ങൾ. ഈ മാനദണ്ഡത്തിന്മേലാണ് അവരുടെയൊക്കെ മഹിമയെ നമ്മൾ വിലയിരുത്തുന്നത്, വാഴ്ത്തുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്മേലൊക്കെയാണ് അവരുടെ പേര് അല്ലെങ്കിൽ നിലനിൽപ്പൊക്കെ വരുന്നത്. അതാണ് പ്രതിഷ്ഠിത ഉണ്ട്. എന്നാൽ ഈ ആത്മാവിനെ പറ്റി പറയുകയാണ്. ആത്മാവിൻ്റെ മഹിമ. സഹ ഏവ, അടുത്ത 7-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ഖണ്ഡം. അല്ല, അതിവിടെ നമ്മൾ മുഴുവൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പം ന അഹം ഏവം ബ്രവീമി, ഇങ്ങനെയുള്ള മഹിമയെപ്പറ്റിയല്ല ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അത് എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്? ഇതാ താഴെ വരുന്നു. സ ഏവ അധസ്താത് സ ഉപരിഷ്ഠാത് സ പശ്ചാത് സ പുരസ്താത് സ ദക്ഷിണതഃ സ ഉത്തരതഃ സ ഏവ ഇദം സർവമിതി അതഃ അഹംകാരാദേശഃ ഏവ അഹമേവ അധസ്താത് അഹം ഉപരിഷ്ഠാത് അഹം പശ്ചാത് അഹം പുരസ്താത് അഹം ദക്ഷിണതഃ അഹം ഉത്തരതഃ അഹമേവ ഇദം സർവമിതി. അധസ്താത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യാപ്തി, എൻ്റെ വിസ്തരം, എൻ്റെ വിസ്തൃതി, എൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമാവിൻ്റെ, ആ ഭൂമാവിൻ്റെ വിസ്തൃതി അല്ലെങ്കിൽ വ്യാപ്തിയെപ്പറ്റിയാണ് ഇവിടെ ചർച്ച. അധസ്താത്, താഴെ എന്താ ഉള്ളത്? ആ ഭൂമാവ് തന്നെ. ഉപരിഷ്ഠാത്, മേലെ എന്താ ഉള്ളത്? ആ ഭൂമാവ് തന്നെ. പിന്നെ പശ്ചാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പിന്നിലാവാം, അല്ലെങ്കിൽ പടിഞ്ഞാറാകാം. ഈ പടിഞ്ഞാറും നമ്മൾ വടക്കുന്ന് ഉത്തരപ്രദേശ് അല്ല, ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയല്ലേ. വടക്കുന്ന് വന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ കാണാം. അതെവിടെ സൂര്യൻ ഉദിക്കുന്നത്? എവിടെ? കിഴക്ക്, പുരഹ. അങ്ങനെയാണ് പൗരസ്ത്യം വന്നത്. പൗരസ്ത്യം. പിന്നെ പാശ്ചാത്യം, പടിഞ്ഞാറ്. അപ്പം അതിന് പിന്നിലെന്നുള്ള അർത്ഥമുണ്ട്, മുന്നിലെന്നുള്ള അർത്ഥം. പുരഹ മുന്നിലെന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണഹസ്ത എന്ന് പറഞ്ഞാൽ വലത് കൈ, ദക്ഷിണഹസ്തം. ഇത് മറ്റേത് വാമഹസ്തം അല്ലെങ്കിൽ ഉത്തരഹസ്തം. വാമഹസ്തം എന്ന് പറയും എടുത്ത്. ശിവൻ്റെ വാമഭാഗേ പാർവതി. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ
അങ്ങനെയാണ് ഇത് ദിക്കുണ്ട്, ദിക്ക് നിർണയം. പുരസ്താദ്, പശ്ചാത് സഹ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ പിൻഭാഗത്ത് ഭൂമാവ്, പിന്നെ കിഴക്ക് പുരസ്താദ് അല്ലെങ്കിൽ മുമ്പിൽ അത് ഭൂമാവ് തന്നെ. ദക്ഷിണതഃ അത് അല്ലെങ്കിൽ വലതുഭാഗത്ത് എന്ത് ഭൂമാവ്, ഇടതുഭാഗത്ത് എന്ത് ഉത്തരതഃ ഭൂമാവ്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ എന്താ, ഇതം സർവം, ഇത് മുഴുവൻ, ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ വാസ്തവത്തിൽ എന്താണ്, ആ ഭൂമാവാണ്. സയേവ അതുതന്നെ, സംശയമൊന്നുമില്ല, അതുതന്നെ. അഥ ഇനി അഹങ്കാരാദേശ ഏവ, അഹങ്കാരാദേശം എന്ന് പറയപ്പെടുന്നു. ഇതിലെല്ലാം നമ്മൾ ഞാൻ എന്ന സങ്കല്പത്തെ ചേർക്കുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ഉപരിഭാഗത്ത് ഞാൻ തന്നെ, പടിഞ്ഞാറ്. അപ്പം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്, ഞാൻ ആണ് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമാവിനെ പറ്റി പറയുമ്പോൾ ഓർമ്മിക്കണം, ത്രിപുടിയില്ല. ത്രിപുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ്രഷ്ടാവ് ഞാൻ, കാണുന്നയാൾ, ദൃശ്യം, പിന്നെ ദർശനം, ഇത് മൂന്നുമില്ല. പിന്നെയുള്ളതോ ആ ഒരേ ഒരു ഞാൻ തന്നെ. അഹത്തിൻ്റെ ആദേശമോ എല്ലായിടത്തും അത് നിറഞ്ഞു നിൽക്കുന്നു. അധസ്താത് അധോഭാഗത്ത് ഞാൻ തന്നെ, ഉപരിഷ്ടാത് ഞാൻ, ഉപരിഭാഗത്ത് ഞാൻ തന്നെ, പശ്ചാത്ത് അഹം പടിഞ്ഞാറും ഞാൻ തന്നെ അല്ലെങ്കിൽ പിന്നിൽ ഞാൻ തന്നെ, പുരസ്താത് അഹം, ഇതെല്ലാം ഞാനാണ് ഭൂമാവ്. ഇവിടെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു എന്ത്, ശ്വേതകേതുവിനോട് ഗുരു പറഞ്ഞു കൊടുക്കുന്നത് എന്താ, തത്വമസി, പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അത് വാസ്തവത്തിൽ നീ തന്നെയാകുന്നു, മറ്റൊന്നല്ല. ഇവിടെ അത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ്, ആ നിഗമനത്തിലേക്ക് തന്നെയാണ് സനത് കുമാര ഋഷി നാരദനെ നയിക്കുന്നത്. ദക്ഷിണതഹാഹം ഉത്തരതഹാഹം ഇതം സർവം, ഈ ജഗത്തെല്ലാം ഞാൻ തന്നെ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ മന്ത്രം, മന്ത്രമാണത്. അതിൻ്റെ വിശദീകരണം മാത്രമാണിത്. ഈ ആത്മാദേശം, ഈ ആത്മാവിൻ്റെ ആദേശം, അപ്പം അത് എങ്ങനെയെന്ന് വിശദീകരിക്കുവാണ് അടുത്ത മന്ത്രത്തിൽ. അഥാതഃ ആത്മാദേശഃ ഏവ ആത്മ ഏവ അധസ്താത്, ആത്മാ ഏവ അധസ്താത്, ആത്മൈവാധസ്താത് എന്ന് പറയേ, ആത്മാ ഏവ അധസ്താത് അങ്ങനെ വായിക്കണം. ആത്മോപരിഷ്ടാത്, ആത്മാ പശ്ചാത്ത് എന്താ വായിക്കാൻ പറ്റുന്നില്ലേ? ആത്മാ പശ്ചാത്ത്, ആത്മാ പുരസ്താത്, ആത്മാ ദക്ഷിണതഃ, ആത്മാ ഉത്തരതഃ, ആത്മാ ഏവ ഇദം സർവമിതി, സവാ ഏഷഃ പശ്യൻ ഏവം മന്വാനഃ ഏവം വിജാനൻ ആത്മരതിഃ ആത്മക്രീഡഃ ആത്മമിഥുനഃ ആത്മാനന്ദഃ സ സ്വരാട് ഭവതി, തസ്യ സർവേഷു ലോകേഷു കാമചാരോ ഭവതി
അഥയേ അന്യഥാ അതോ അതോ വിദുഃ അന്യരാജാനഃ തേ ക്ഷയ്യലോകാः ഭവന്തി. ക്ഷയ്യ അല്ലേ? ക്ഷയല്ലോ. ക്ഷയ്യലോകാः ഭവന്തി. തേഷാം സർവേഷു ലോകേഷു അകാമചാരോ ഭവതി. അകാമചാരः ഭവതി. അകാമചാരः ഭവതി. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതഃ എന്ന് പറഞ്ഞ് പിന്നെ കൂടാതെ അനന്തരം ആ ആത്മാദേശത്തെപ്പറ്റി മുമ്പേ മന്ത്രത്തിൽ സൂചനയുണ്ടായി. അതിൻ്റെ വിശദീകരണമാണിത്. അധസ്ഥാത് ആത്മായേവ. അധസ്ഥാത് ഈ പഞ്ചമി വിഭക്തി. പഞ്ചമി വിഭക്തി രാമാത്. രാമാതെന്ന് പറഞ്ഞാൽ പഞ്ചമി വിഭക്തിയാണ് വ്യാകരണത്തിൽ. ഇപ്പോൾ എളുപ്പത്തിലൊരു മാർഗമുണ്ട്. ചിലപ്പം ഈ പഞ്ചമി വിഭക്തിയൊക്കെ കാണാപ്പാടം അറിയാത്തവർ രാമഹ രാമോ രാമഹ രാമ, അങ്ങനെ പഞ്ചമി വിഭക്തിക്ക് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഈ തഹ ചേർത്ത് കഴിഞ്ഞാൽ ഏത് ശബ്ദത്തിൻ്റെ പഞ്ചമി വിഭക്തി കിട്ടും. മധ്യപ്രദേശതഃ, മധ്യപ്രദേശാതെന്ന് പറയുന്നതിന് മധ്യപ്രദേശതഃ, രാമതഃ, ആത്മതഃ. തഹ ചേർത്ത് കഴിഞ്ഞാൽ അത് പഞ്ചമി വിഭക്തി ഏകവചനമാണ്. അതിന് ആ പഞ്ചമി വിഭക്തി ഇങ്ങനെ തഹ ഉപയോഗിച്ചാൽ അതിന് ബഹുവചനമൊന്നുമില്ല, തഹ എന്ന് പറയും. ഓക്കെ, ഇവിടെ ആ പ്രയോഗമുണ്ട്. അധസ്ഥാത് അധോ ഭാഗത്തിൽ ആത്മാവ് തന്നെ. കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ്. ഇത് ഉപനിഷത്താണ്. അപ്പോൾ ഉപനിഷത്തിലെ ഭാഷ അല്പം കടുകട്ടിയായിട്ടുള്ള ഭാഷയാണ്. എന്നാൽ നമ്മൾ ഇതിഹാസത്തിലേക്ക് വരുമ്പം, പുരാണത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്തി സാഹിത്യത്തിലേക്ക് വരുമ്പോൾ വളരെ മയത്തിൽ, അല്ലെങ്കിൽ വേറെ ഉദാഹരണത്തിന് നാരായണീയത്തിലെ ആദ്യ ശ്ലോകം സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താ? സാന്ദ്ര നിബിഡമായിട്ടുള്ള, ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇത് തന്നെ, വേറൊന്നുമില്ല. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം. അപ്പം കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതം, അല്ലെങ്കിൽ കാലത്തിനെയും ദേശത്തിനെയും ഒക്കെ മുക്കിക്കളഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം വ്യാപിച്ചുകൊണ്ട് കാലദേശ അങ്ങനെയുള്ള അവധികൾ, അങ്ങനെയുള്ള പരിമിതികളൊക്കെ അപ്പുറത്ത് കാലദേശാവധിഭ്യാം എല്ലാം മുക്തം, അതിനെല്ലാം അപ്പുറത്ത് നിർമുക്തം, നിത്യമുക്തം, നിർമുക്തം, അതിലെല്ലാം വിഭിന്നമാണ്. പിന്നെ നിത്യമുക്തം, എവർ ഫ്രീ, നിത്യമുക്തം. അപ്പോൾ അതൊരു ഭാഷ. ഇവിടെ അങ്ങനെയല്ല പറയും. ഇവിടെ അധസ്ഥാത് ആത്മായേവ, ഉപരിഷ്ടാത് ആത്മായേവ, പശ്ചാത് ആത്മായേവ, പിന്നെ പുരസ്താത് ആത്മായേവ, ദക്ഷിണതഃ ആത്മായേവ, ഉത്തരതഃ ആത്മായേവ, ഇദം സർവം ആത്മായേവ ഇതി ഏവം വിജാനൻ. ഇത് നമ്മൾ ഈ തത്വം അറിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോഴേ, ഏകാഗ്രതയോട് ധ്യാനിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ പൊരുൾ നമ്മുടെ മനസ്സിൽ സ്ഥിതി ഉറപ്പിക്കുന്നതെന്ന് പറയാം. ഏവം വിജാനൻ, ഇപ്രകാരം അറിയുന്നവൻ ആത്മരതിഹി ആണ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ്. ആത്മരതിഹി ആത്മക്രീഡ. അപ്പം ആത്മരതി, ആത്മാവിൽ തന്നെ രമിക്കുന്നു. അപ്പം ആത്മന്യേവ ആത്മനാ തുഷ്ട, ഗീതയിൽ പറഞ്ഞില്ലേ? ആത്മനിയേവ ആത്മനാ തുഷ്ട. അയാൾക്ക് മറ്റൊരു വൈഷയിക സുഖവും വേണ്ട. നമ്മളൊക്കെ
നമ്മുടെ സുഖത്തെ ആശ്രയിക്കുന്ന എന്താ നമ്മുടെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ, വ്യക്തികൾ, അല്ലെങ്കിൽ അധികാരം, സ്ഥാനം, മാനം, യശസ്, ഇതിനൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ രതി അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദം. ആത്മരതി. അപ്പം ആത്മക്രീഡ. അപ്പം നമ്മൾ നന്ദതി നന്ദതി നന്ദത്യവ ഭജഗോവിന്ദത്തിൽ നന്ദതി നന്ദതി നന്ദത്യവ യോഗരതോ വാ ഭോഗരതോ വാ സങ്കരതോ വാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യവ. അപ്പം അയാൾ യോഗിയായിട്ടിരിക്കാം, വലിയ മുനിമാരെ പോലെ ഋഷിമാരെ പോലെ യോഗിയായിട്ട് എപ്പോഴും ധ്യാനത്തിൽ ആയിരിക്കാം. അല്ല, ജനക മഹാരാജ അതുപോലുള്ള അധികാര സ്ഥാനങ്ങളിലിരിക്കാം, വലിയ ഒരു സാമ്രാട്ടായിട്ടിരിക്കാം. പക്ഷേ അവരുടെ മനസ്സെങ്ങനെയായിരിക്കും? നന്ദതി നന്ദതി നന്ദത്യവ. അവരുടെ മനസ്സിൽ ആത്മരതിയായിരിക്കും, ആത്മക്രീഡയായിരിക്കും. അതിന് ഒരു ഊനവും തട്ടില്ല, ഒരു കുറവും സംഭവിക്കില്ല. ആത്മമിഥുന. അപ്പം ആത്മമിഥുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദ്വന്ദ്വസുഖം അനുഭവിക്കുന്നവരാണ്. ദ്വന്ദ്വസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പോൾ ഐസ്ക്രീം എന്നെ കൂടാതെ രണ്ടാമതൊരു സംഗതിയാണ്. അത് ഞാൻ സുഖം അനുഭവിക്കും, ദ്വന്ദ്വസുഖം. അതാണ് മിഥുനം, അതാണ് ആത്മമിഥുന. അപ്പം മിഥുനസുഖം, ഇണചേരുന്ന സുഖം. അപ്പം ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന സുഖം. ആ സുഖത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആത്മജ്ഞാനി അനുഭവിക്കുന്ന സുഖം എന്നാണ് ആത്മമിഥുന. ആത്മാവ് കൊണ്ട് തന്നെ സുഖം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി അതെങ്ങനെ സുഖം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആത്മജ്ഞാനി കാണുന്നതെല്ലാം എന്തായിട്ടാണ് കാണുന്നത്? ബ്രഹ്മമായിട്ട് കാണുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെ. ഈ സമസ്ത പ്രപഞ്ചവും ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നും ഭിന്നമായിട്ടൊന്നും ഈ ലോകത്തില്ല. ആ സത്യത്തെ അറിയുമ്പോഴാണ് ഒരാൾ ആത്മജ്ഞാനിയാകുന്നത്. തന്നിൽ നിന്നും ഭിന്നമായിട്ട് മറ്റൊന്നുമില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു സൂചി കൊണ്ടൊന്ന് കുത്തുന്നു. തലയല്ലേ പക്ഷേ നമ്മുടെ തള്ളവരുടെ താഴെയല്ലേ, അതിനെന്താ? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തലയിൽ മുട്ടുസൂചി കുത്തിയാലും കാൽവിരലിൽ മുട്ടുസൂചി കുത്തിയാലും എനിക്ക് വേദനയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് ഈ സമസ്ത പ്രപഞ്ചത്തോടും താതാത്മ്യപ്പെടുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അഭിമാനിക്കുന്ന പോലെ, സുഖം കണ്ടെത്തുന്ന പോലെ, ആനന്ദിക്കുന്നത് പോലെ ഈ സമസ്ത പ്രപഞ്ചവും ഞാനാണ്, അല്ലെങ്കിൽ എന്നിലാണ്. ഈ സത്യം സാക്ഷാത്കരിക്കുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്? ഞാൻ ആത്മരതിയാവുന്നു, ആത്മക്രീഡനാവുന്നു, ആത്മമിഥുനനാവുന്നു. ആണ് ആത്മാനന്ദ ഭവതി. ആത്മാവിനെ കൊണ്ട്, ഇതാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മനിയേവ ആത്മനാ തുഷ്ടക. മറ്റൊന്നിൻ്റെയും ആശ്രയം കൂടാതെ, മറ്റൊന്നിൻ്റെയും അപേക്ഷ കൂടാതെ ആ പരമാനന്ദത്തെ അനുഭവിക്കുന്നു. ഇനി അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ടാവും. എന്താ പ്രശ്നം? അവിടെ അനുഭോക്താവുണ്ട്, അനുഭവമുണ്ട്, പിന്നെ അനുഭവിക്കുന്ന വിഷയം. ഇങ്ങനെ വീണ്ടും ത്രിപുടി ഇല്ല, അതില്ല. അവിടെ ഏകമേവാദ്വിതീയം. അതുകൊണ്ടാണ് അവരെ ആ സമാധി അവസ്ഥയിൽ അവർ ഒന്നായിട്ട് തീരുന്നു. പിന്നെ വ്യവഹാരത്തിലേക്ക് വരുമ്പം അത് നമ്മുടെ സ്മൃതിയിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നു. വരുന്നുണ്ട്, അടുത്ത് ഇതിൽ വരുന്നുണ്ട്. സഹ സ്വരാട്ഭവതി. അയാൾ സ്വന്തം സാമ്രാജ്യത്തിൽ വിരാജിക്കുന്നു, വിഹരിക്കുന്നു, സാമ്രാട്ടായിത്തീരുന്നു. തസ്യ സർവേഷു ലോകേഷു കാമചാരഃ ഭവതി. ഇപ്പം നമ്മൾ മുമ്പേ കണ്ടു, പ്രാണനെ സാക്ഷാത്കരിച്ചയാൾ
ആ പ്രാണലോകത്തിൻ്റെ പരിധി എത്രയുണ്ടോ അവിടെയുള്ള വൈഷയിക സുഖങ്ങളെല്ലാം അനുഭവിക്കാനിടയാകുന്നു. അതുപോലെ തന്നെ നാമം തൊട്ട് നമ്മൾ കണ്ടതാണ് ഓരോന്നും. അത്ര കാമചാരോ ഭവതി. അപ്പം വാക്കിനെ ഉപാസിച്ച് കഴിയുമ്പം ആ ആ ഉപാസ്യദേവതയെ ഉപാസിച്ചിട്ട് അതിൻ്റെ ഫലം എന്താണ് കിട്ടുന്നത്? ആ വാക്കിൻ്റെ പരിധിയിലുള്ള ലോകത്ത് എന്തൊക്കെയാണോ അനുഭവിക്കാൻ പറ്റുന്നത് അയാൾക്ക് അനുഭവഗോചരമായിട്ട് തരുന്നു. ശരിയല്ലേ? ഒരാൾ നല്ല വാഗ്മിയാണ്. അപ്പം ആ വാഗ്മിത്വത്തെ ആദരിക്കുന്ന അല്ലെങ്കിൽ വാഗ്മിത്വത്തിന് സ്ഥാനം കൽപ്പിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അയാൾ ആരാധ്യ വ്യക്തിയാകുന്നു. അയാളുടെ പ്രാഗൽഭ്യം, അയാളുടെ വാചാലത അതെല്ലാം അവിടെ അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ അനുമോദിക്കാൻ ആളുണ്ടാകുന്നു. അപ്പം അയാൾക്ക് ആനന്ദം ഉണ്ടാകുന്നു. അതുപോലെ ഓരോ ലോകത്തും നമ്മളിങ്ങനെ പടിപടിയായിട്ട് കണ്ടു ഓരോന്നും അവിടെയെല്ലാം ആ ലോകത്ത് പരിമിതമായിട്ടുള്ള സുഖം അയാൾക്ക് അനുഭവിക്കാൻ ഇടയാകുന്നു. ഇവിടെ എന്താ സ്വരാട് ആയിക്കഴിഞ്ഞാലോ സർവേഷു ലോകേഷു കാമചാരഃ ഭവതി. അപ്പം ഇത് നമ്മുടെ തൈത്തിരീയ ഉപനിഷത്തിൽ ഈ ആനന്ദത്തിൻ്റെ പരിമാണം, അതിൻ്റെ അളവ്, അതിൻ്റെ താരതമ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന ആരാ? യുവാ സ്യാത് സാധു യുവാധ്യായകഃ ആശിഷ്ടോ ബലിഷ്ഠോ ദൃഢിഷ്ഠ. അപ്പം അങ്ങനെ അയാൾ യുവാവാണ്, അരോഗതരുടെ കാത്തരനാണ്. പക്ഷേ അധികാരമൊന്നും ഇല്ല. അയാൾക്ക് എല്ലാ അധികാരവും ഉണ്ട്. ലോകം മുഴുവൻ അയാളുടെ കാൽച്ചുവട്ടിലാണ്. തസ്യേയം സ്യാത്. ഈ പ്രപഞ്ചത്തിൽ വിത്തം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലാണ്. അരോഗതരുടെ കാത്തരനാണ്. ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ. അയാൾ ആംബിഷ്യസ്, എന്നിട്ടും ആംബിഷ്യസാണ്. എന്ത് വേണമെങ്കിലും മോഹിക്കാനുള്ളതുണ്ട്. ദൃഢിഷ്ഠ നിശ്ചയദാർഢ്യമുള്ള ആളാണ്. ബലിഷ്ഠ ആരോഗ്യമുള്ളവനാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം തികഞ്ഞ ഒരു വ്യക്തി, അയാളുടെ ആനന്ദമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ, ലോകത്തെ അധികാരം, ലോകം മുഴുവൻ അയാളുടെ കാൽച്ചുവട്ടിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലോക സാമ്രാട്ടാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ ലോകത്തെ പരമാവധി സുഖം അനുഭവിക്കുന്നയാൾ. അയാൾ വിദ്യാസമ്പന്നനാണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട് തൈത്തിരീയോപനിഷത്തിൽ, എല്ലാം ഉണ്ട്. പക്ഷേ അത് അടുത്ത സ്റ്റെപ്പിൻ്റെ ചെറിയൊരു 100-1 മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങേയറ്റം വരെ പോകുന്നു, ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ പോകുന്നു. അവസാനം ബ്രഹ്മജ്ഞാനിയുടെ ആനന്ദമാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ അയാൾ ആനന്ദം തന്നെയായിട്ട് തീരുകയാണെന്ന് തൈത്തിരീയോപനിഷത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അല്ല, രസകരമായിട്ടുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ അപഗ്രഥനമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഈ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ഭൂമാവിനെ അറിയുന്നയാൾ സർവേഷു ലോകേഷു കാമചാരഃ ഭവതി. എല്ലാ ലോകത്തും എല്ലാ ലോകത്തും ഏതു തരത്തിലുള്ള ആനന്ദവും അതിനുവേണ്ടി അദ്ദേഹം കൊതിക്കില്ല. കാരണം എന്താ? എല്ലാ ആനന്ദത്തിൻ്റെ ഉറവിടം അയാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആനന്ദത്തിൻ്റെ സ്രോതസ്സ് താൻ തന്നെയാണെന്നുള്ള ആ സത്യത്തിലേക്ക് അയാളുടെ ബോധം, ബുദ്ധി ഉണർന്നു കഴിഞ്ഞു. അതഃ അന്യഥ ഇതിന് വിപരീതമായി അറിയുന്നത് ആരാണ്? വിദുഹു ഈ ആത്മജ്ഞാനി അല്ലാത്തവരോ അവരുടെ ആനന്ദമെല്ലാം സുഖമെല്ലാം പരിമിതമായിട്ടുള്ളതാണ്. ഈ സ്വസാമ്രാട്ടാണ് ആര്? ആത്മജ്ഞാനി. മറ്റവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ മറ്റേ ആൾക്കാരുണ്ടായിരിക്കും. അതാണ് അന്യരാജാനഹ. അവർക്ക് വേറെ അധികാരികളുണ്ട്, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നവർ വേറെയുണ്ട്. അവർക്ക് വേറെ സ്വാമിമാരുണ്ട്. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ്. അവർക്ക് മറ്റ് യജമാനന്മാരുണ്ട്. പിന്നെ അവർ കൈയടക്കുന്ന എങ്ങനെയുള്ള ലോകമാണ്? ക്ഷയ്യലോകാഹ, ക്ഷയസ്വരൂപമുള്ള ലോകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടായി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശ്വരങ്ങളായിട്ടുള്ള പ്രപഞ്ചമാണ് അവർക്ക് സ്വാധീനത്തിൽ വരിക. അതുകൊണ്ട് അവരുടെ സന്തോഷം, ആനന്ദം ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന് ചുരുക്കം.
തേഷാം സർവേഷു സർവലോകങ്ങളിലും അങ്ങനെ അവർ വാസ്തവത്തിൽ അതുകൊണ്ട് എന്താ ഭവന്തി തേഷാം അവർക്ക് എല്ലാ ലോകങ്ങളിലും അകാമചാര ഭവതി കാമചാരമില്ലായ്കയും വന്നുകൂടുന്നു. അപ്പം ഇത് അവിവേകികളാണ് അഹങ്കാരം കൊണ്ട് ദേഹാദി സംഘാതത്തെയും ആദേശിക്കാറുള്ളതിനാൽ ദേഹാദി സംഘാതമാണെന്നുള്ള ആശങ്ക ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി അവസാനത്തെ മന്ത്രമാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ മന്ത്രമല്ലേ അല്ലേ 2 അല്ല 26 അവസാനത്തെ 2 ഉണ്ട്. തസ്യ ഹവാ ഏതസ്യ ഏവം പശ്യത ഏവം മന്വാനസ്യ ഏവം വിജാനതഃ ആത്മതഃ പ്രാണഃ ആത്മതഃ ആശാ ആത്മതഃ സ്മര ആത്മതഃ ആകാശഃ ആത്മതഃ തേജഃ ആത്മതഃ ആപഃ ആത്മതഃ ആവിർഭാവതിരോഭാവൗ ആവിർഭാവം തിരോഭാവം ആത്മതഃ അന്നം ആത്മതഃ ബലം ആത്മതഃ വിജ്ഞാനം ആത്മതഃ ധ്യാനം ആത്മതഃ ചിത്തം ആത്മതഃ സങ്കൽപ്പഃ ആത്മതഃ മനഃ ആത്മതഃ വാഗ് ആത്മതഃ നാമ ആത്മതഃ മന്ത്രാः ആത്മതഃ കർമാണി ആത്മതഃ ഏവ ഇദം സർവമിതി. ഇപ്പം തുടക്കം തൊട്ട് പറഞ്ഞതെല്ലാം എല്ലാം വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം ഉറവിടം എന്താണ്? ആത്മാവ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അതായത് ഏതസ്യ ഏവം പശ്യത മന്വാനഃ, ഇത് കാണുന്നയാൾക്ക് കാണുന്നയാളെന്ന് പറഞ്ഞാൽ കേവലം കാണലല്ല, അതിനെപ്പറ്റി വിചിന്തനം ചെയ്യുന്നയാൾക്ക്, അങ്ങനെയുള്ള വിദ്വാന് തസ്യ ഏതസ്യ പ്രാണൻ തൊട്ട് പിന്നോടെല്ലാം പറഞ്ഞു വരുവാണ്. ആശ പ്രാണൻ സ്മരതി, നമ്മൾ എല്ലാം കണ്ടതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതെല്ലാം വാസ്തവത്തിൽ എവിടെ നിന്നാണ്? അതിൻ്റെ ഉറവിടം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉറവിടം ആത്മാവിൽ നിന്ന്, ആത്മാവാണ് ഉറവിടമെല്ലാം, ആത്മാവാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നയാൾക്ക് ഇതെല്ലാം നല്ലവണ്ണം ബോധ്യമാകും. ആത്മജ്ഞാനിയാകുന്നു, ആത്മക്രീഡനാകുന്നു. അയാൾക്ക് എന്താ? ഇതം സർവം, ഈ ജഗത്തെല്ലാം, ഇതം സർവം ആത്മതഃ ഏവ. ഈ ബോധ്യം, ഈ സാക്ഷാത്കാരമാണ്. നമ്മൾ വേറെ 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 ഓരോന്നും നാമം, വാക്ക്, മനഃ, ഇതെല്ലാം വേറെ വേറെ പറഞ്ഞല്ലേ. സത്യത്തിൽ ഋഷിയുടെ ഉദ്ദേശം എന്തായിരുന്നു? നാരദമുനിയെ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പരമമായിട്ടുള്ള സത്യം എന്താ? ഭൂമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ സർവ്വവ്യാപിയായിട്ട് തത്വത്തിലേക്ക് തൻ്റെ ശിഷ്യനെ നയിക്കുക എന്നാണ് ഋഷിയുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട എന്താണ്? ഇതം സർവം, ഇവിടെ വേറൊന്ന് കാണുന്നില്ല, വേറൊന്ന് കേൾക്കുന്നില്ല, വേറൊന്ന് അനുഭവിക്കുന്നില്ല, വേറൊന്ന് രുചിക്കുന്നില്ല, എല്ലാം ആ ഒരേ ഒരു പരമാത്മസത്ത തന്നെയാണ് എന്നുള്ള ആ ബോധത്തിലേക്കാണ് ഗുരു ശിഷ്യനെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതം സർവം, ഈ ജഗത്തെല്ലാം എന്താണ്? ആത്മതഃ ഏവ. ഇത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയ സത്യമല്ലേ? ഈ ആത്മാവ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇതൊക്കെ ഉപനിഷത്തിലുണ്ട്, പേജിലുണ്ട്. പക്ഷെ എന്താണ് വാസ്തവം? എന്താണ്? ഞാൻ ആരാണ്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഉപനിഷത്ത് പഠിക്കുമ്പം അതിൻ്റെ പൊരുൾ, അതിൻ്റെ കാതൽ, അതിൻ്റെ കഴമ്പ് ഇതാണ്. എന്താണ് ഈ പറയുന്ന ഭൂമാവെന്ന് പറയുന്നത്, ബ്രഹ്മമെന്ന് പറയുന്നത്, തത്വമസി എന്നതിൻ്റെ പൊരുൾ തത്വം അസി.
അത് ആ സത്യം ഞാനാണ്. ഞാനെന്താണ്? ശുദ്ധമായിട്ടുള്ള ബോധമാണ്. ശുദ്ധമായിട്ടുള്ള ബോധം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ നിറഞ്ഞ ബോധം. നമ്മളിപ്പോൾ ഈ പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞരൊക്കെ അവർ ബോധത്തെ അനലൈസ് ചെയ്യുമ്പോൾ ബോധം എന്ന് പറയുന്നത് എന്താ? അവർ വിഷയ എന്ന് പറഞ്ഞാൽ തോട്ട്, ചിന്തകളെയാണ് അവർ ബോധം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തകളാൽ കലുഷിതമാകാത്ത ശുദ്ധമായിട്ടുള്ള ബോധം. ഈ ചെറിയൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സമുദ്രം, കടൽ, അതിവിശാലമായിട്ടുള്ള സാഗരം സങ്കല്പിക്കുക. അവിടെ തരംഗങ്ങളൊന്നുമില്ല, തിരമാലകളൊന്നുമില്ലാതെ നിസ്തരംഗ ജലരാശി, നിശ്ചലം. അപ്പോൾ തരംഗമുണ്ടാകുന്നു. തരംഗം ഉണ്ടാകുന്നത് എന്തിലാണ് ഉണ്ടാകുന്നത്? ആ ജലപ്പരപ്പിൽ. അത് ചെറിയ തരംഗമാകാം, ചെറിയ തിരമാലയാകാം, വലിയ തിരമാലയാകാം, കുമിളകളാകാം, നുരകളാകാം, പതകളാവാം, ഇതെല്ലാം ഉണ്ടാവും. എല്ലാം ജലത്തിലാണ്. അപ്പം തിര എന്ന് പറയുന്നത് കടലല്ല, നുര എന്ന് പറയുന്നത് കടലല്ല, പത എന്ന് പറയുന്നത് കടലല്ല, കുമിള എന്ന് പറയുന്നത് കടലല്ല. പക്ഷെ ഇതെല്ലാം കടലിലാണ്. അതുപോലെ ശുദ്ധമായിട്ടുള്ള ബോധത്തിലാണ് നമ്മുടെ ഈ തോട്ട്സ്, ചിന്തകളെല്ലാം ഉയരുന്നത്, നിലനിൽക്കുന്നത്, അസ്തമിക്കുന്നത്. അതാണ് ഈ സൃഷ്ടി, സ്ഥിതി, ലയം എല്ലാം സംഭവിക്കുന്നത് ശുദ്ധമായിട്ടുള്ള അപരിമിതമായിട്ടുള്ള ബോധത്തിലാണ്. അപ്പം ഈ തത്വമാണ്, ഈ ബോധമാണ് എന്ത്? ഭൂമാവ്. അല്ല, നമ്മൾ ഈ ഭൂമാവെന്ന് പറയും. എന്താ ഛാന്തോക്യ ഉപനിഷത്തിൽ 7-ാം അധ്യായത്തിൽ ഭൂമാവ്. എന്താ ഈ ഭൂമാവ്? ഇതാണ് നമ്മളറിയേണ്ടത്. ഇത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആ പരമാത്മാവാണ്. ഇത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. എന്ത്? ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ. അല്ലാതെ ഭഗവാൻ കയറി പുല്ലാങ്കുഴലുമായിട്ട് അകത്തിരിക്കുന്നല്ല പറഞ്ഞത്. ആ ശുദ്ധമായിട്ടുള്ള ചൈതന്യം അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ്. ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനത്തെ ഒരു 5 മിനിറ്റ് കൂടി എടുക്കണം. നമുക്ക് ഇതൊന്ന് തീർക്കാം. അപ്പം ലാസ്റ്റ് അവസാനത്തെ മന്ത്രം. തദ്ദേശ ശ്ലോകഃ ന പശ്യഃ മൃത്യും പശ്യതി ന രോഗം ന ഉത ദുഃഖതാം സർവമഹ പശ്യഃ പശ്യതി സർവമാപ്നോതി സർവശഃ ഇതി സ ഏകധാ ഭവതി ത്രിധാ ഭവതി പഞ്ചധാ സപ്തധാ നവധാ ചൈവ പുനശ്ച ഏകാദശഃ സ്മൃതഃ ശതം ച ദശചൈകശ്ച സഹസ്രാണി ച വിംശതിഃ ആഹാരശുദ്ധൗ സത്വശുദ്ധിഃ സത്വശുദ്ധൗ ധ്രുവാ സ്മൃതിഃ സ്മൃതിലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷഃ തസ്മൈ മൃതിതകഷായായ തമസസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഃ തം സ്കന്ദയിത്യാചക്ഷതേ. തത് ആ അർത്ഥത്തിൽ, അതായത് തത് ഏഷഃ ശ്ലോകഃ പശ്യഃ. അങ്ങനെ ഒരു മന്ത്രമുണ്ടത്. പശ്യഃ, കാണുന്നവൻ, യഥാർത്ഥത്തെ കാണുന്നവൻ. പശ്യഃ, പശ്യഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രഷ്ട എന്നാണ് ഇവിടെ അർത്ഥം. പശ്യഃ എന്തിനെ കാണുന്നവൻ? ആ സത്യത്തെ അറിയുന്നവൻ. മൃത്യും ന പശ്യതി,
അവന് മരണത്തെ അറിയുന്നില്ല. മരണത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മരണത്തിന് അതീതനായി. പിന്നെ രോഗം ന, അവന് രോഗമൊന്നുമില്ല, രോഗം ഒന്നുമില്ല. ഈ രോഗം ദുഃഖത എന്നൊക്കെ പറഞ്ഞാൽ രോഗമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ദുഃഖ കാരണമാണ് അല്ലേ? രോഗം ദുഃഖ കാരണം. അപ്പം ദുഃഖ കാരണമൊന്നുമില്ല, രോഗത്തെ കാണുന്നില്ല. രോഗം പക്ഷേ ദുഃഖതാം ഉദനാം, ദുഃഖഭാവം ഒരു തരത്തിലുള്ള ദുഃഖവുമില്ല. ആര്? പശ്യഹ. പശ്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സത്യദ്രഷ്ടാവ്, സത്യത്തെ അറിയുന്നയാൾ. അയാൾ സർവത്തെയും കാണുന്നു, എല്ലാം കാണുന്നു, സർവശഹ എല്ലാ പ്രകാരത്തിലും കാണുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്ഞാനി ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോൾ അപ്പം ഒന്ന് സമാധിദശയുണ്ട്. സമാധിദശയിൽ എല്ലാം ഒന്നായിട്ട് കാണുന്നു, ഒരേ ഒരു സത്യം, രണ്ടില്ലാത്ത ഒന്ന്. പക്ഷേ ഉത്ഥാനദശയുണ്ട്. ഉത്ഥാനദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരദശ, വ്യവഹാരതലത്തിലേക്ക് വരും. അത് ജ്ഞാനി തന്നെ തലത്തിലേക്ക് വരുമ്പം എല്ലാ പ്രകാരത്തിലും കാണുന്നു. നമ്മൾ കാണുന്നവൾ ഈ പ്രപഞ്ചത്തിലുള്ള രാഗം, ദ്വേഷം, കൊലപാതകം, കൊള്ളിവെപ്പ്, ഇതെല്ലാം അദ്ദേഹം അല്ലാതെ എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞിരിക്കില്ല. വ്യാവഹാരിക ലോകത്തിൽ യഥാർത്ഥമായിട്ടെല്ലാത്തിനെയും കാണുമ്പോഴും പക്ഷെ ഒന്നിനോടും ഒട്ടുന്നില്ല, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളില്ല എന്നർത്ഥം. പക്ഷേ ഒരാൾ കത്തിയുമായിട്ട് ഇങ്ങനെ വരെ ഓടിപ്പോകുന്നില്ലെന്നല്ല, ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമെന്നല്ല എൻ്റെ അർത്ഥം. സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടും. അത് വ്യവഹാരത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അതൊക്കെ യഥാർത്ഥമായിട്ട് ഇപ്പം ജനക മഹാരാജാവിനെ പറ്റിയാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ജനകാദേഹ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഈ ജ്ഞാനദൃഷ്ടി ഉണ്ടായിട്ടും വ്യവഹാരത്തിൽ നല്ലപോലെ വിജയിച്ച ആളായിരുന്നു ജനക മഹാരാജാവ്. ആപ്നോതി കാരണം അദ്ദേഹത്തിന് നേടേണ്ടതായിട്ടൊന്നുമില്ല, പ്രാപ്തവ്യം, ജീവിതത്തിൽ നേടേണ്ടതായിട്ടൊന്നുമില്ല. സർവം ആപ്നോതി സഹ, അവൻ ആ വിദ്വാൻ. പിന്നെ ഏകതാഭവതി ഒരു വിധത്തിലിരിക്കുന്നു, ത്രിതാഭവതി മൂന്ന് പ്രകാരത്തിലും. അപ്പം നാരായണ ഗുരുദേവൻ അഹോ നാടകം അഖിലവും അല്ലേ, എല്ലാവരും നാടകം പോലെ അവരവരുടെ റോള്, ഒരു ജ്ഞാനിയും അവരവരുടെ റോള് അഭിനയിച്ച് തീർക്കുന്നു. അതിന് ഏകതാഭവതി, ത്രിധാഭവതി, പഞ്ചധാഭവതി, ഇതിനൊന്നും പ്രത്യേക അർത്ഥമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഏകത്വം, നാനാത്വം ഇതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ അവരും കാണും, നമ്മൾ കാണുന്നില്ല ഏകത. അതുപോലെ ഏകഥ, സപ്തഥ, നവഥ, അത് പലതായിട്ട് ഒക്കെ ആ നാനാത്വം കാണുന്നു. പക്ഷെ നാനാത്വത്തിൽ ഏകത്വത്തെ കാണുന്നതാണ് ജ്ഞാനിയുടെ സവിശേഷത. ജ്ഞാനത്തിൻ്റെ ആ പ്രഭാവം അങ്ങനെയാണ് ജ്ഞാനി അനുഭവിക്കുന്നത്. സഹസ്രാണി വിംശതി ഇതെല്ലാം. പിന്നെ സാധാരണക്കാരൻ കാണുന്ന രീതിയിലെല്ലാം ജ്ഞാനിയും കാണും. പക്ഷേ സാധാരണക്കാരൻ ഒരാൾ ഇങ്ങനെ കാണുമ്പോൾ അയാൾക്കൊരു ജ്ഞാനിയാകണമെങ്കിൽ അതിനുള്ളൊരു ടിപ്പാണ് ഇവിടെ പറഞ്ഞത്. ആഹാരശുദ്ധവും, ആഹാരത്തിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ, ആഹാരത്തിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? സാത്വിക ആഹാരം. പക്ഷേ ഈ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലൂടെ ഇടുന്ന മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉള്ളിലേക്ക് ആഹരിക്കപ്പെടുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയെല്ലാം നമ്മൾ എന്തിനാണ് ഉള്ളിൽ ആഹരിക്കുന്നത് അതെല്ലാം ശുദ്ധി നേടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആഹാരശുദ്ധവും, ആഹാരത്തിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വിഷയാനുഭവ രൂപത്തിലുള്ള ആ വിജ്ഞാനത്തിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സത്വശുദ്ധി ഉണ്ടാകും. സത്വശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനസ്സിൻ്റെ ശുദ്ധി, അന്ധക്കരണ ശുദ്ധി. ഇന്ത്യയാണ് സത്വശുദ്ധവും എന്താ ഗുണം? ഒരു ടിപ്പ് തരുവാണത്. സത്വശുദ്ധവും ധ്രുവാസ്മൃതി. നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മുടെ സ്മൃതി കുറേ കൂടെ ദൃഢമാകുന്നു. സ്മൃതി നമ്മൾ വാസ്തവത്തിൽ ഈ മായ എന്ന് പറഞ്ഞാൽ എന്താ? മായ എന്ന് പറഞ്ഞാൽ വിസ്മൃതിയാണ്, മറവിയാണ് മായ. നമ്മുടെ സ്വസ്വരൂപം നമ്മൾ മറക്കുമ്പോൾ നമ്മൾ മായാധീനരായിത്തീരുന്നു. സ്വസ്വരൂപം ഓർമ്മിക്കുമ്പോൾ മായാതീതരാകുന്നു, മായയ്ക്ക് അതീതരാകുന്നു. അധീനനാകണോ അതീതനാകണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. എങ്ങനെ? ഈ സത്വശുദ്ധിയിലൂടെ നമ്മുടെ സ്മൃതിയെ ഉറപ്പിച്ചുകൊണ്ട്, ആത്മസ്മൃതിയെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ എല്ലാ ഹൃദയഗ്രന്ഥികളെയും. ഹൃദയഗ്രന്ഥി ഏതൊക്കെയാണ്? അവിദ്യ, കാമ, കർമ്മ. അവിദ്യ, കാമകർമ്മ, ഇതാണ് 3 ഗ്രന്ഥികൾ. അവിദ്യ ബേസിക്കായിട്ടുള്ള അജ്ഞാനം. അതിൽ നിന്നും ഈ അജ്ഞാനം കൊണ്ടാണ് കാമം ഉണ്ടാകുക. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആഗ്രഹം. അങ്ങനെ ഈ അജ്ഞാനത്തിൽ നിന്ന് കാമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരമാനന്ദ സ്വരൂപം അത് വിസ്മൃതിയിലാവുമ്പോൾ, അത് മറക്കപ്പെടുമ്പോൾ, അതനുഭവിക്കാത്തപ്പോഴെന്താണ്? എൻ്റെ മനസ്സിന് അപൂർണതാബോധം ഉണ്ടാവും. ഞാൻ തൃപ്തനല്ല, എനിക്ക് അത് വേണം, ഇന്നയാളുടെ സാന്നിധ്യം വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥാനം വേണം, അത് ഇത്ര ഇന്നതൊക്കെ എനിക്ക് ഒന്ന് ചെയ്യണം. അപ്പം ആഗ്രഹം വരുന്നു. അപ്പം അപൂർണതാബോധം, അതാണ് അപൂർണതാബോധത്തിൽ നിന്നാണ് അവിദ്യയാണ് അപൂർണതാബോധം സൃഷ്ടിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം. എന്തിനെ പറ്റിയുള്ള അജ്ഞാനം? ആത്മാവിനെ പറ്റിയുള്ള അജ്ഞാനം. അതെന്തുകൊണ്ടാണ്? ആത്മാവ് പൂർണ്ണമാണ്. നോക്കി, ഇതെല്ലാം ശ്രുതി നമ്മുടെ ഉപനിഷത്ത് വളരെ വ്യക്തതയോടുകൂടി സ്പഷ്ടതയോടുകൂടിയിട്ടുള്ള പ്രസ്താവങ്ങളാണ്. ഈ പൂർണ്ണമായിട്ടുള്ള ആത്മാവിനെ, ആ ജ്ഞാനം നമ്മിൽ മറയുമ്പോൾ എന്താ? ഈ അപൂർണതാബോധമുണ്ടാകുന്നു. അത് അവിദ്യകാര അറിവില്ലായ്മ. ആ അപൂർണതാബോധത്തിൽ നിന്നും കാമനകൾ ഉണ്ടാകുന്നു. ആ കാമനകളെ നമ്മൾ എന്തിലേക്ക് നയിക്കുന്നു? കർമ്മത്തിലേക്ക് നയിക്കുന്നു. അതാണ് അവിദ്യ, കാമം, കർമ്മ. ഈ ഹൃദയഗ്രന്ഥികൾ ഭിദ്യതേ ഹൃദയഗ്രന്ഥി അല്ലേ? ആ ഹൃദയഗ്രന്ഥികൾ അവയ്ക്ക് വിപ്രമോക്ഷ അവ നശിക്കുന്നു. പിന്നെ പിന്നെ മൃദിത കഷായായ. കഷായം എന്താ? ആയുർവേദത്തിലെ കഷായമല്ല. കഷായം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദികൾ, മനസ്സിലുള്ള അടിഞ്ഞു കിടക്കുന്ന രാഗദ്വേഷാദികൾ, അവയെല്ലാം ഇല്ലാതാകുന്നു. അവന് അങ്ങനെ തസ്മൈ ഇവിടെ നാരദമുനിക്ക് ഭഗവാൻ സനത്കുമാരഃ തമസഃ പാരം. തമസ് എന്ന് പറഞ്ഞാൽ അവിദ്യ. ആ തമോ ഗർത്തത്തിന് അല്ലെങ്കിൽ തമസാകുന്ന ആ സാഗരത്തിൻ്റെ അപ്പുറം കടത്തി അവിദ്യാരൂപമായിട്ടുള്ള തമസഃ പാരം, അവിദ്യാരൂപമായ തമസിന് അപ്പുറമുള്ള ആ പരമാർത്ഥ തത്വത്തെ ദർശയതി എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു. സനത്കുമാരനെ സ്കന്ധഃ ഇതി എന്ന് പറയും. സ്കന്ധഃ സ്കന്ധഃ എന്ന് പറഞ്ഞാൽ എന്താ? സ്കന്ധതി ശോഷയതി ദൈത്യാൻ. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ. അസുരന്മാരെ, ആസുരീയ ശക്തികളെ, അവിദ്യയുടെ സന്ധിതികളായിട്ടുള്ള ആസുരീയ ശക്തികളെ, നമ്മുടെ രാഗദ്വേഷങ്ങളെ, കാമക്രോധാദികളെല്ലാം ഓട്ടിപ്പായിക്കുന്ന, ശോഷിപ്പിക്കുന്നവർ. ശോഷയതീതി സ്കന്ധ. ഇവിടെ ദർശയതി ഭഗവാൻ സനത്കുമാരഃ. ഭഗവാൻ സനത്കുമാരനെ
ഭഗവാൻ എന്ന് വിളിക്കുന്നു. കാരണം സനത്കുമാരൻ ആരാ? മഹാജ്ഞാനിയാണ്. മഹാജ്ഞാനി ഇവിടെ ഭഗവാന്റെ നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി. അപ്പം ഉത്പത്തിയും പ്രളയവും അതുപോലെ ഭൂതാനാം ചരാചരങ്ങളുടെ ഗതിയും ആഗതിയും ഇതെല്ലാം, പിന്നെ വിദ്യ അവിദ്യ, ഇതെല്ലാം വേർതിരിച്ച് ആരാണോ അറിയുന്നത് അയാളാണ് ഇവിടെ ഭഗവാൻ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരുന്നു ആരുടേത്? സനത്കുമാർ ഋഷിയുടെ. അപ്പം ആ ഋഷി സ്കന്ദൻ എന്ന് പറയുന്നു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ആസുരീയ ശക്തികളെ എല്ലാം പായിക്കുന്നവൻ. സ്കന്ദതി ശോഷേതി ദൈത്യാനിതി വ സ്കന്ദ. അങ്ങനെ ഈ ഉപനിഷത്തിൻ്റെ 7-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇനി എട്ടാം അധ്യായമുണ്ട്. പക്ഷേ അത് അവിടെ ദഹരവിദ്യയൊക്കെയാണ്. 7-ാം അധ്യായത്തിൽ ഇവിടെ ഈ ഉപനിഷത്തിൻ്റെ 7-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഉപനിഷത്ത് പഠനം, ഛാന്ദോഗ്യ ഉപനിഷത്ത് പൊതുവെ 6-7 അധ്യായങ്ങളാണ് പഠിപ്പിക്കാറ്. ചിലർ മുഴുവൻ പഠിപ്പിക്കാറുണ്ട്, തുടക്കം തന്നെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഈ തത്വമസി മഹാവാക്യം, അതുപോലെ ഭൂമാവിദ്യ, ആത്മജ്ഞാനം കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ 2 അധ്യായങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 2 അധ്യായങ്ങൾ നമ്മളിവിടെ എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 7-ാം അധ്യായത്തിലെ 1-ാം മന്ത്രം, കാരണം നമ്മൾ ഈ ക്ലാസ്സാണ് ഇവിടെ അവസാനിക്കുന്നത്. പക്ഷെ നമ്മുടെ പഠനം, സ്വാധ്യായം ഒരിക്കലും അവസാനിക്കരുത്. അത് തുടർന്ന് പോകണമെങ്കിൽ മാത്രമേ നമ്മൾ കേട്ട ഈ അറിവ് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ ഇത് വീണ്ടും 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 ആവർത്തിച്ച് നമ്മൾ കേൾക്കണം. പല ആചാര്യന്മാരുടെയും പ്രഭാഷണങ്ങളുണ്ടായിരിക്കും. ആധ്യാത്മിക ജ്ഞാനം നമുക്ക് പകർന്നു തരുന്ന ആ പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിക്കണം. അതുകൊണ്ടാണ് പൗനഃപുണ്യേന ശ്രവണം കുര്യാ. ശ്രവണം പ്രക്രിയ പുനഃ വീണ്ടും 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 അനുസ്യൂതതയോടുകൂടി തുടരണമെങ്കിൽ മാത്രമേ ലൗകിക വ്യവഹാരത്തിൽ, ലൗകിക വ്യാപാരത്തിൽ മുങ്ങി നിറഞ്ഞ നമ്മുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള ശ്രവണം കൊണ്ട് മാത്രമേ മെല്ലെ 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 ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ, അതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്ന ഈ അവസരത്തിൽ ആദ്യ മന്ത്രം ഒന്ന്, അതായത് ഈ അധ്യായത്തിലെ ആദ്യ മന്ത്രം ഒന്ന് ചൊല്ലാം ഒരുമിച്ച്. അധീഹി ഭഗവോ ഇതി, അല്ലെങ്കിൽ ഏറ്റു ചൊല്ലിക്കൊള്ളൂ. അധീഹി ഭഗവാഹൈതി ഹോ ഉപസസാദ സനത്കുമാരം നാരദഃ തം ഹോവാച യദ്വേത്ഥ തേന മോ ഉപസീദ തതഃ ഊർധ്വം വക്ഷ്യാമി ഇതി. നമുക്ക് ശാന്തി മന്ത്രത്തോടുകൂടി അവസാനിപ്പിക്കാം. ഇനി ആർക്കെങ്കിലും ഗുരുദക്ഷിണ തരണമെന്ന് ആഗ്രഹമുള്ളവർ സമർപ്പിക്കാം. അത് നമ്മുടെ ഗോസംരക്ഷണ അക്കൗണ്ടിലേക്ക് പോവും. അത് ഏതാണെന്ന് നിങ്ങൾ മുമ്പ് തന്നിട്ടുണ്ടായിരിക്കും തോന്നുന്നു, ഇല്ലെങ്കിൽ വീണ്ടും ഇടാൻ പറയാം. അപ്പം നമുക്ക് ശാന്തി മന്ത്രത്തോടു കൂടിയിട്ട് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വേറെ എന്തെങ്കിലും
ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ യഥാസമയം അറിയിക്കുന്നതായിരിക്കും എല്ലാവരെയും. എല്ലാവർക്കും ഹരി ഓം. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. ഋഷീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹരി ഓം.